നമസ്കാരം. നമ്മുടെ രാജ്യത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വലിയ രീതിയിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ കേരളത്തിൽ നമ്മുടെ മുനമ്പത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ BJPക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ ഒരു സീറ്റ് നേടിയെടുക്കുന്ന ലക്ഷ്യത്തോടുകൂടി ക്രിസ്ത്യൻ സഹോദരന്മാർ BJPക്ക് വേണ്ടി വലിയ ഒരു പ്രചരണത്തിലാണ്. അപ്പൊ അവർ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? നിക്സൺ. ചേട്ടാ, ക്രൈസ്തവ സമൂഹം സംഘടിതമായിട്ട് താമസിക്കുന്ന മുനമ്പത്ത് ഇപ്പൊ BJPക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ നാടിന്റെ നന്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം. നാടിന് നന്മ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇനിയും BJP ഉണ്ടാവണം. കാര്യം ഈ രണ്ട് കക്ഷികളെ കുറിച്ചും ഞങ്ങൾ പഠിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വരെ പോകാൻ പോയിട്ട് നമുക്ക് യാതൊരു രക്ഷ ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ സഹായിക്കാനുണ്ടായത് BJP മാത്രമാണ്. അതിന്റെ പേരിലാണ് ഞങ്ങൾ BJPയിലേക്ക് മാറിയത്. ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആളുകളായതിന്റെ പേരിൽ പലപ്പോഴായിട്ട് പല രീതിയിലുള്ള പ്രചരണങ്ങൾ BJPക്കെതിരെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ ഇപ്പോഴെങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ അതിനകത്ത് യാതൊരു ഇതും തോന്നിക്കുന്നില്ല. നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഈ ആളുടെ മൈൻഡ് പോലും ചെയ്യൂലായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല പ്രതികരണമാണ്. എല്ലാ വീടുകളും ചില നേരത്തെ സ്വാഗതമാണ്. എന്ന് വെച്ചാൽ വെള്ളം വരെ തരുന്ന കുടുംബങ്ങൾ ഇപ്പൊ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. വലിയ മാറ്റമാണ്, ഭയങ്കര മാറ്റമാണ്. ഇപ്പൊ ഈ ചേട്ടനൊക്കെ എങ്ങനെയായിരുന്നു? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നതാണ്? എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാണ്. എനിക്ക് വോട്ടുണ്ടായ കാലം തുടങ്ങി കമ്മ്യൂണിസ്റ്റേ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ താമരക്കുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ഇവിടുത്തെ ക്രൈസ്തവർ BJP വോട്ട് ചെയ്യാൻ പോകും. അതെ. ഇതിനു മുന്നേ ഇവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിട്ടില്ല. BJPക്ക് ഒരു വോട്ട് പോലും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രക്ക് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു യഥാർത്ഥത്തിൽ BJPക്കെതിരെ ഇവിടെ. അതെ അതെ അതെ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ഒരു സാധ്യത, BJPയുടെ സാധ്യത എങ്ങനെയാണ്? എത്ര വോട്ടുകൾ ആകെ ഉണ്ട് ഇവിടെ? ഇവിടെ 1700 ചില്ലാൻ വോട്ടാണുള്ളത്. പള്ളിപ്പുറം പഞ്ചായത്തിൽ ഏറ്റവും വലിയ വാർഡാണിത്. 1780 വോട്ടോളം ഉണ്ട് ഏകദേശം. ഞങ്ങള് 100% ജയിച്ചിരിക്കും. അത് ഇത്ര ആത്മവിശ്വാസത്തോട് പറയാനുള്ള കാരണം? ഓരോ വീടുകൾ കയറുമ്പോൾ നമുക്കറിയാലോ അവർക്കുണ്ടായ ആവശ്യങ്ങളും ദുരിതങ്ങളെല്ലാം അകറ്റാനായിട്ട് BJP ഉണ്ടായുള്ളൂ. അപ്പൊ ഈ രണ്ട് പാർട്ടിയും ഈ ദിവസം വരെ ഞങ്ങളുടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ പേരിലാണ് ഞങ്ങൾ അത്ര ആത്മവിശ്വാസം പറയുന്നത്. ഇപ്പോ ഈ CPM-ൽ പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോ പഴയകാല പ്രവർത്തകരൊക്കെ എന്താണ് പറയുന്നത്? നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ കുറെ ആളുകൾ ചേട്ടൻ്റെ ഒപ്പം ഈ BJPയിലേക്ക് വന്നു? കുറെ ആളല്ല, ഒരു പറ്റാള് ഒന്നും തന്നെ പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഈ C8ന്റെ കുറച്ച് ആളിന് മാത്രം അവിടെ നിൽക്കുന്നുള്ളൂ. കാരണം അത് അവരുടെ ജോലി കൊണ്ടാണ്. അവർ പറഞ്ഞ് അവരുടെ ജോലിയുടെ പ്രശ്നം കൊണ്ടാണ് അവർ വരാത്തതെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവരും വന്നു പോയാൽ. ഓക്കെ. ഈ ക്രിസ്ത്യൻ സ്ത്രീകളുടെ വോട്ട് അത് ഇവിടെ വലിയ നിർണായകമാണല്ലോ. അവരുടെ ഒരു മൊത്തത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഏത് പാർട്ടിക്ക് അനുകൂലമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് നിങ്ങളുടെ കൂടെ വരാൻ പറ്റൂല, ഞങ്ങള് വോട്ട് നിങ്ങൾക്ക് ചെയ്യുള്ളൂ. ഓക്കെ. ഇപ്പോ ഈ ഇവിടെ SNDPയുടെ ഒരു നിലപാട് എങ്ങനെയാണ്? BJPക്ക് അനുകൂലമാണ്? SNDP BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. അവരും ഇതിനകത്ത് വെട്ടേക്കണ ആളാണല്ലോ, എല്ലാവരും ഇലകളാണല്ലോ അതിന്റെ. അപ്പൊ അവരും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അവരെല്ലാവരും എടുത്തേക്കണത്. ഈ നിലവിലെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെല്ലാം പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ മുന്നിൽ പല രീതിയിൽ അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവല്ലോ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല, ഒരാശങ്കയില്ല. കാരണം രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഈ നാടിനെ കുറിച്ചുള്ള ഒരു ഇതും അവർക്ക് അറിയാൻ പാടില്ല. അങ്ങനത്തെ ആളാണ്. പക്ഷെ ഈ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ആളില്ലാണ്ടായപ്പോൾ രണ്ടാളെ കൊണ്ട് നിർത്തുന്നത് രണ്ടുപേരും നല്ല പിള്ളേരാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളായിട്ടൊക്കെ വലിയ സന്തോഷമുള്ള പിള്ളേരാണ്. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? ആന്റണി. ആന്റണി എന്നാണ് പേര്. ചേട്ടാ, ഈ ഇപ്പോ BJPയുടെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് നിൽക്കുകയാണല്ലോ. എത്ര നാളായി BJPയിൽ ചേർന്നിട്ട്? എത്ര നാളായി? ഞാൻ ചേർന്നിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 3 മാസമായിട്ടുള്ളൂ. വണ്ടി 3 മാസമായിട്ടുള്ളൂ. ഞാൻ അതുവരെയും കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരു 60 കൊല്ലം വരെയും ഞാൻ ഇത് കൊണ്ട് നടന്നിരുന്ന ആളാണ്. പക്ഷെ ഇന്നത്തെ ഈ കടപ്പുറത്തെ ഈ വക്കപ്പിന്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളൊക്കെ ആകെ വെള്ളത്തിലായ പോലെയാണ്. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ഇവിടുത്തെ പ്രതിപക്ഷക്കാരും നമ്മളോട് കാണിക്കുന്നത് ഭയങ്കര അനീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര അനീതിയാണ് കാണിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഞങ്ങൾക്കൊരു മാറ്റം വരാണ്ട് ഒരു നിവൃത്തിയില്ല. കാരണം ഇത്രയും കാലം വരെ ചുമന്നിട്ട് നടത്തിരുന്നതാണല്ല. ഇനിയൊരു മാറ്റം വരാണ്ട് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ BJPക്ക് തന്നെയാണ് ചെയ്യുള്ളൂ. BJP ജയിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് BJP വോട്ട് ചെയ്യാൻ പോകും. അതെ അതെ. അപ്പൊ ഈ സമയത്ത് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മറ്റു ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്? വീടുകളിൽ പോയി പറയുന്നത് എന്താണ് പറയണത് എന്ന് പറയുന്നത്, ഈ ഭൂമി അന്യാധീനപ്പെട്ട് പോണ ഒരു ലക്ഷണം കണ്ടപ്പോ എല്ലാവരോടും നടന്ന് പറയുകയാണ്. 610 വീട്ടുകാരും
ഇവിടെ വെള്ളത്തിൽ കിടക്കുകയാണ്. കാരണം ഞങ്ങളിട്ട് വെള്ളത്തിലിട്ട് വലിക്കണവര് ഈ ഇപ്പൊ വലിക്കണ ആളും ഈ പ്രതിപക്ഷക്കാരും. അപ്പൊ ഒരു ഗതിയില്ലാണ്ടായപ്പോ ഇവര് സഹായിച്ചു ഞങ്ങളാ. ഇപ്പൊ ഈ സുരേഷ് ഗോപി വന്ന്, ഈ ശോഭാകരൻ വന്ന്, മറ്റുള്ള നേതാക്കന്മാരൊക്കെ വന്നിട്ട് പറയണത് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഭൂമി ഞങ്ങൾ തിരിച്ചു മേടിച്ചു തരുമെന്നൊരു വാക്ക് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞങ്ങൾക്കൊരു മാറ്റം തോന്നി. ഞങ്ങൾ ഇവിടെ ജയിപ്പിക്കും. ഇവിടെ BJP എന്ന് പറഞ്ഞ ഒരു നമ്പർ ഇല്ലാത്ത സ്ഥലമാണ് ഈ 1-ാം വാർഡ്. 1700 വലിയ വാർഡാക്കി കഴിഞ്ഞപ്പോൾ 1700 വോട്ടായി. എങ്കിലും ഞങ്ങൾ ജയിക്കും എന്നുള്ള തീർത്തും പറയുന്നു. ഇപ്പോൾ ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അവർക്ക് ഇവിടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു വാർഡാണല്ലോ. ഇപ്പോഴത്തെ അവരുടെ ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ്? BJP മറികടക്കാൻ പറ്റും, അല്ലെങ്കിൽ BJPക്ക് അവരെ മറികടക്കാൻ പറ്റും? ഏതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസിന് ഇവിടെ വട്ടപ്പൂജ ചോദിക്കുള്ളൂ. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? പറയാനുള്ള കാര്യം അവരുടെ പ്രവൃത്തി അതാണ്. ഇവിടെ വന്നുകൊണ്ട് ഈ സമരപ്പന്തൽ വന്നുകൊണ്ട് നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ തീർത്തറ ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ചെന്നുകൊണ്ട് നിയമസഭയിൽ ചെന്നുകൊണ്ട് ഈ 140 MLA-മാരും കൈ വെക്കണത് ഞങ്ങൾക്കെതിരായിട്ടാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ക്രിസ്ത്യാനികൾ കുറച്ച് ആളുകളുടെ ന്യൂനപക്ഷങ്ങളാണ്, മത്സ്യത്തൊഴിലാളികളാണ്, പാവങ്ങളാണ്. ഞങ്ങൾക്ക് അറിയാൻ പോയി അന്നും കിട്ടിക്കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഈ ഞങ്ങളെയാണ് അവർ ചൂഷണം ചെയ്യണത്. ഇപ്പൊ ഇവിടെ ഈ കോൺഗ്രസിന്റെയും CPM-ന്റെ ഒക്കെ തലമൂത്ത നേതാക്കന്മാര് ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് ഇവിടെ വന്നിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള പ്രതികരണം എന്താണ്? മൊത്തമുള്ള പ്രതികരണം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഇത് ചെയ്യാന്നൊക്കെയാണ് പറയണത്. പക്ഷെ കുടിവെള്ളം വരെ ഇപ്പൊ ഇവിടെ 1-ാം വാർഡിൽ ഇല്ല. പറയാനാണെങ്കിൽ അത് എന്താ പാലമില്ല. ഈ അടുത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യമാണോ? അതെ. അടുത്തെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാൻ ഇവിടെ ഈ കടപ്പുറത്ത് ജീവിക്കുന്ന ആളെന്ന് പറയുന്നത് 10-40 കൊല്ലം 50 കൊല്ലമൊക്കെ പോയി ഓരോരുത്തർ ഇവിടെ ജീവിക്കുന്ന ഈ 1-ാം വാർഡിൽ ഇവര് റേഷൻ കടയില്ല, ഒരു വെള്ളമില്ല, ശുദ്ധജലം ഒന്നുമില്ല, ഒരു പാലും ഇല്ല. പിന്നെ നിങ്ങൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് വാഗ്ദാനങ്ങൾ പലതുണ്ട്, ചെയ്യണില്ല. അപ്പോ BJP ജയിക്കുന്ന പ്രതീക്ഷ? തീർച്ചയായിട്ടും ജയിക്കും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ എങ്ങനെയുണ്ട് ഈ ഇലക്ഷൻ പ്രവർത്തന കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? BJP-യുടെ സാധ്യതകൾ എങ്ങനെയാണ്? ഇലക്ഷൻ പ്രവർത്തനം ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങൾ പരിശ്രമിക്കേണ്ടത്. ഇവിടെ 2 പാർട്ടിയും മാറി മാറി ഭരിച്ചിട്ട് ചെയ്തേക്കണത് ഇത്രയൊക്കെ ഉള്ളു. എനിക്ക് 63 വയസ്സായി. ഈ 63 വയസ്സിനുള്ളിൽ ഇവിടെ BJP എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ LDF-ന്റെ 46 കൊല്ലമായി ഞാൻ LDF-ന് വോട്ട് ചെയ്തിരുന്ന ആളാണ്. ഞാൻ മാറാൻ കാരണം നമ്മുടെ നിയമസഭയിൽ ഇവിടെ വന്നിട്ടും സതീശൻ ചേട്ടാന്ന് ആർക്കും വിളിക്കാമല്ലോ. സതീശൻ ചേട്ടൻ വന്നപ്പോഴാണ് ഈ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തീർക്കാനുള്ള പ്രശ്നമുള്ളത്. ഉണ്ണികൃഷ്ണൻ MLA-നെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ നമ്മൾക്ക് പടികളൊക്കെ തുറക്കാനുള്ള വഴികളൊക്കെ കാണിച്ചു തന്നു. ഒരുപാട് ബുദ്ധിമുട്ടി. ഇടക്കാലത്ത് വെച്ച് പുള്ളിക്ക് ഒരു പരിധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ റോളും കഴിഞ്ഞു. പിന്നെ ഇവരെല്ലാവരും കൂടി ഒരു നിയമസഭാ സമ്മേളനം കൂടി. അതിനകത്താണ് വഖഫിന്റെ ഒരു സമ്മേളനം അവിടെ കൂടിയപ്പോൾ അവരെല്ലാവരും കൂടി 150 പേര് കൂടി കൈയടിച്ച് പാസാക്കി. അപ്പോൾ നമ്മളാരെ വിശ്വസിക്കും? ഇവർ 2 കൂട്ടരാണല്ലോ ഇവിടെ കിടന്ന് മാറിയും മറിച്ചും കളിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു പുതിയ പാർട്ടി വന്ന് അത് അവർ 2 കൂട്ടരും കൂടിയാണ് റോഡ് വെട്ടി തെളിച്ചു കൊടുത്തത്. അവർക്ക് കയറാൻ അവർ ഈ വോട്ട് പ്രതീക്ഷിച്ചല്ല വന്നത്, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന്. അതുകൊണ്ട് ഈ വഖഫ് ഭേദഗതി നിയമം ഇവിടെ പാസ്സായതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇവിടെ വിധി പറയാനുള്ളൊരു അധികാരം ഉണ്ടായത്. അല്ലെങ്കിൽ അവരുടെ ഈ വഖഫ് ട്രൈബ്യൂണിൽ ചെന്ന് നമ്മ കിടന്ന് കെഞ്ചി മരിക്കേണ്ടി വന്നാണ് ഇവിടെ. എനിക്കത്ര പറയാനുള്ളത്.